ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മോഹൻലാൽ സ്പെഷ്യൽ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാനിത് 2 നേന്ത്രപ്പഴം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താണിത്. അത് ഞാനൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര, ഒരു വലിയ ശർക്കര ചെറുതായിട്ട് ഞാൻ കത്തിയോണ്ട് കൊത്തി അരിഞ്ഞാണിത്. അത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കര മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം തേങ്ങ ചിരുവിയത്, അത് ഞാനിവിടെ ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം ഒരല്പം നെയ്യ്, നമുക്ക് പാൻ ചൂടായതിനു ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ നേന്ത്രപ്പഴം നല്ലതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇപ്പൊ ഏകദേശം നേന്ത്രപ്പഴം എല്ലാം നല്ലതുപോലെ വാടി വരുന്നുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര ഒന്ന് അലിഞ്ഞു വരണം. ഇനി അതിലേക്ക് ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. അല്പം ഏലക്ക പൊടി. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് തണിയാൻ വെക്കാം. അങ്ങനെ ഇതിന് ചൂടെല്ലാം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്കൂപ്പ് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിന്റെ മാസ്റ്റർ പീസ് ഐറ്റം. ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഡെസേർട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ബൈ.